പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിന്ന് സത്യദൈവവും മാനവരക്ഷകനുമായ ഈശ്വരശിക എന്ന പുസ്തകത്തിലെ 434 പേജിൽ ആരംഭിക്കുന്ന യേശുവിന്റെ മഹത്വവൽക്കരണം എന്ന ആ വിഷയമാണ് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ക്രിസ്തുവിന്റെ തിരുവുത്ഥാനത്തെ പറ്റിയാണ്. സിറോ മലബാർ സഭയുടെ കുർബാനക്രമം അനുസരിച്ച് 7 ദാനത്തിന്റെ അന്ന് മുതൽ ഉള്ള 7 ആഴ്ചകളിൽ, അതായത് 49+1 50 ദിവസം കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ ഇങ്ങനെ പറയുകയാണ് പുരോഹിതൻ: ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം നമ്മിൽ എന്നും വസിക്കട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും ഉത്ഥാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ മിശിഹായുടെ ഉത്ഥാനം അത് അവിടുത്തെ മനുഷ്യാവതാര രഹസ്യം പോലെ, അവിടുത്തെ പീഡാസഹന കുരിശുമരണ രഹസ്യം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവ്യ രഹസ്യമാണ്, രക്ഷയുടെ രഹസ്യമാണ് ഉത്ഥാനം. അത് ഈ പ്രാർത്ഥനയിൽ, കുർബാനയുടെ സമാപനത്തിൽ പുരോഹിതൻ ജനത്തിന് വേണ്ടിയുള്ള ആശംസാ പ്രാർത്ഥന പറയുകയാണ്: ഉദ്ധാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ ഉദ്ധാന രഹസ്യം പ്രഘോഷിക്കുക എന്നുള്ളത് ക്രൈസ്തവന്റെ മൗലിക ധർമ്മമാണ്. പക്ഷേ നമ്മൾ യേശുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയും യേശുവിന്റെ പീഡാസഹന മരണത്തെ പറ്റിയൊക്കെ കാര്യം കൂടുതലായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഉദ്ധാന രഹസ്യത്തെ പറ്റി വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. 7 ആഴ്ചകളിൽ യേശുവിന്റെ പീഡാനുഭവം ധ്യാനിക്കുകയാണ് നോമ്പുകാലത്ത്, വലിയ നോമ്പുകാലത്ത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് യേശുവിന്റെ ഉത്ഥാനം. അത് അതുപോലെ തന്നെ 7 ആഴ്ചകളാണ്. അപ്പൊ അതുകൊണ്ട് ഉത്ഥാനത്തെ പറ്റിയുള്ള നമ്മുടെ ഈ പഠനം ഇന്നത്തെ കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് അത് ബാക്കി തുടരാനായിട്ട് പരിശ്രമിക്കും. വളരെയധികം വിശദമായി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് യേശുവിന്റെ ഉത്ഥാനം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-14 പറയുകയാണ്: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പോൾ സഭയുടെ സുവിശേഷ പ്രഘോഷണവും ജനത്തിന്റെ വിശ്വാസവും യേശുവിന്റെ ഉദ്ധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അർത്ഥം. യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 638 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്, പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം അവരുടെ മക്കളായ നമുക്കായി നിറവേറ്റി തന്നു. യേശുവിന്റെ പുനരുദ്ധാനം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പരമോന്നത സത്യമാണ്. ആദിമ ക്രൈസ്തവ സമൂഹം കേന്ദ്ര സത്യമായി ഇത് വിശ്വസിക്കുകയും ജീവിക്കുകയും അടിസ്ഥാനപരമായ ഒന്നായി പാരമ്പര്യത്തിലൂടെ പകർന്നു നൽകുകയും ചെയ്തു. ഇത് പുതിയ നിയമരേഖകളാൽ സുസ്ഥാപിതവും കുരിശിനോടൊപ്പം പെസഹ രഹസ്യത്തിന്റെ കാതലായ ഒരു ഭാഗമായി പ്രഘോഷിക്കപ്പെട്ടതുമാണ്. യേശുവിന്റെ ഉയർപ്പ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ നട്ടെല്ല് തന്നെയാണ്, ഹൃദയം തന്നെയാണ്. അതുകൊണ്ടാണ് ആദിമ സഭയുടെ സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിൽ പത്രോസിന്റെ 5 പ്രസംഗങ്ങളും പൗലോസിന്റെ സുദീർഘമായ 7 പ്രസംഗങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ചിലത് നമുക്ക് സാമ്പിളായിട്ട് എടുക്കാം. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം പെന്തക്കോസ്താ നാളിൽ വർഷിക്കപ്പെട്ട അസാധാരണമായ ആത്മാവിന്റെ കൃപാവരങ്ങളെ പറ്റിയുള്ള സംശയം ജനത്തിനുണ്ടായി. അവർ പറഞ്ഞ് കള്ളുകുടിച്ച് മദ്യപിച്ച് ലഹരി പിടിച്ച് ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് കൊടുത്ത വിശദീകരണത്തിന്റെ
പറ്റിയാണ് ആ പ്രസംഗം. അത് അപ്പോസ്തലപ്രവൃത്തി 2:23 മുതൽ വാക്യങ്ങളിലാണ് ആ പ്രസംഗം. ത്തിന്റെ കേന്ദ്ര കീ വേർഡ്സ് അതാണ്. ആക്സ് 2:23-24 അവിടെ പറയാണ്, പത്രോസ് പറയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു യേശുവിനെ, ദൈവം അവനെ മരണയാതനകളിൽ നിന്ന് വിമുക്തനായി ഉയർപ്പിച്ചു, കാരണം അവൻ അതിന്റെ പിടിയിലായിരിക്കുക അസാധ്യമായിരുന്നു. പത്രോസ് രണ്ടാമത്തെ പ്രസംഗം ജന്മനാ മുടന്തനെ ജെറുസലേം ദേവാലയത്തിന്റെ കവാടത്തിൽ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതേപ്പറ്റി ആൾക്കാർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി. അപ്പോൾ പത്രോസ് പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തി 3:13, നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. വീണ്ടും ഈ ജന്മനാ മുടന്തനെ സുഖപ്പെടുത്തിയതിന്റെ പേരിൽ പത്രോസിനെയും കൂട്ടരെയും സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ പത്രോസ് കൊടുക്കുന്ന വിശദീകരണത്തിൽ 4:10, അപ്പോസ്തലപ്രവൃത്തി 4:10 പറയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരും ദൈവം ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഈ പത്രോസ് യേശുവിന്റെ ഉദ്ധാനത്തെയാണ് എടുത്തുയർത്തി പറയുന്നത്. വീണ്ടും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിനെയും കൂട്ടരെയും സ്വർഗത്തിൽ ദൂതൻ വന്ന് അത്ഭുതകരമായി മോചിപ്പിച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി നിർത്തി പ്രസംഗിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണാധികാരികൾ വന്ന് അവരെ ദേവാലയത്തിൽ നിന്ന് ഭടന്മാരുടെ അകമ്പടിയോടെ വീണ്ടും സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പത്രോസിന്റെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 5 നമ്മൾ വായിക്കുകയാണ്. അത് 29 മുതൽ വാക്യങ്ങളിലാണ്. അവിടെ പത്രോസ് പറയുന്ന വാക്യതാണ്, മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കി കൊന്ന നസറായനായ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. പത്രോസ് 5-ാമത്തെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലാണ്. അത് കൊർന്നേലിയസിന്റെ വീട്ടിൽ വെച്ച് വിജാതീയനായ കൊർന്നേലിയസിന് കർത്താവ് ആ യേശുക്രിസ്തുവിനെ പറ്റി അറിയാനുള്ള ആദ്യമായ ആഗ്രഹങ്ങൾ പത്രോസിനെ വിളിച്ച് വരുത്തി പ്രസംഗിപ്പിക്കുന്നതാണ്. ആ ഓഡിയൻസ് വിജാതീയരാണ്. അവരുടെ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു, എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. പൗലോസിന്റെ പ്രസംഗങ്ങൾ നമുക്ക് ഓടിച്ചു നോക്കാം. പൗലോസിന്റെ 7 പ്രസംഗങ്ങൾ. 1-ാമത്തെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 13-ലാണ്. അവിടെ പത്രോസ് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. 13:30, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. 2-ാമത്തെ പ്രസംഗം ലിസ്ത്രായിൽ വെച്ചാണ്. ആദ്യത്തേത് അന്ത്യോക്യയിലാണ്, 2-ാമത്തെ ലിസ്ത്രായിലാണ്. അപ്പോസ്തലപ്രവൃത്തി 14-ലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പത്രോസ് വിജാതിയോട് പൗലോസ് പറയാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണം. തീർച്ചയായിട്ടും അതാ ജീവിക്കുന്ന ദൈവം എന്ന് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ പറ്റി തന്നെയാണെന്ന് വ്യക്തമാണ്. 3-ാമത്തെ പൗലോസിന്റെ പ്രസംഗം ആഥൻസിലാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 17-ലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 17:30-31 പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകം മുഴുവനും നീതിയോടെ വിധിക്കാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഇതിന് ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റി പൗലോസ് സ്പഷ്ടമായിട്ട് പറയുകയാണ്. 4-ാമത്തെ പ്രസംഗം മിലേത്തൂസിലാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 20-ലാണ്. അവിടെ ഉത്ഥാനത്തെ പറ്റി എടുത്തു പറയുന്നില്ല. കാരണം അതിന്റെ ഉദ്ദേശം എഫേസുസിലെ സഭാ നേതാക്കന്മാർക്ക് പൗലോസ് ദൈവജനത്തെ പറ്റി കൂടുതൽ ശ്രദ്ധയുള്ളവരാകാനുള്ള ഒരു ഉപദേശമായതുകൊണ്ടാണ്. 5-ാമത്തെ പ്രസംഗം ജെറുസലേമിൽ വെച്ചാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 22-ലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പൗലോസിന്റെ ഒരു ജീവിതാനുഭവ കഥ എടുത്തു പറയാണ്, മാനസാന്തര കഥ എടുത്തു പറയുകയാണ്. അത് യഹൂദ സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം തന്നെ മാനസാന്തര കഥ എടുത്തു പറയുമ്പോൾ പറയുന്നത് ഉദ്ധിതനായ യേശുവിന്റെ പ്രത്യക്ഷീകരണത്തെ ഊന്നിക്കൊണ്ടാണ് പറയുന്നത്. 6-ാമത്തെ പ്രസംഗം ഫെലിക്സിനോടാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 24-ലാണ്. അവിടെ പൗലോസ് ഒരു ലീഗൽ ഡിഫൻസ് നടത്തുകയാണ്. അവിടെയും പൗലോസിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കാണ്, പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈശോയുടെ പുനരുദ്ധാനത്തിന്റെ ഭാഗമായി പൗലോസിനും ഉദ്ധാനം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവിടെയും എടുത്തു പറയുന്നത്. അവസാനത്തെ പൗലോസിന്റെ പ്രസംഗം അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 26-ലാണ്. അവിടെ അപ്പോസ്തലപ്രവൃത്തി 26-21
പൗലോസ് ഇങ്ങനെ എടുത്തു പറയുകയാണ്, ക്രിസ്തു പീഡ സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നവരിൽ പ്രഥമനായി ജനത്തോടും വിജാതിയരോടും പ്രകാശം വിളംബരം ചെയ്യുകയും വേണം. അവിടെയും ഉദ്ധിതനായ ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രഘോഷിക്കുന്നത്. അപ്പോൾ പത്രോസിന്റെയും പൗലോസിന്റെയും പ്രസംഗങ്ങളും മാത്രമല്ല, സഭയുടെ ആദ്യകാലത്തെ എല്ലാ പ്രഘോഷണങ്ങളും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ അധികരിച്ചിട്ടുള്ളതായിരുന്നു എന്ന് വളരെ സ്പഷ്ടമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിന് മഹാപണ്ഡിതനും ജ്ഞാനിയുമായ ബെനഡിക്ട് പാപ്പ നാസറേത്തിലെ യേശു, ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകത്തില് 2-ാം വോള്യത്തിൽ ഇതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പസ്തോലിക പ്രഘോഷണം പ്രധാനമായും യേശുവിന്റെ ഉദ്ധാനത്തെ പറ്റിയായതിന്റെ കാരണം മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തു എന്ന നേർ സാക്ഷ്യത്തിന്റെ സത്യത്തോടൊപ്പമാണ്, അതിന്റെ സത്യാവസ്ഥയെ ആശ്രയിച്ചാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിലനിൽപ്പോ പതനമോ നിലകൊള്ളുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിലനിൽപ്പ് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ക്രിസ്തുവിന്റെ ഉദ്ധാനം ഉയർത്തിപ്പിടിച്ച് പ്രഘോഷിച്ചത് എന്ന് ബെനഡിക്ട് പാപ്പ തന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, യേശു ഉദ്ധാനം ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ കേവലം മനുഷ്യനായി ചുരുങ്ങും. അവനൊരു മാനദണ്ഡമായിരിക്കുകയില്ല. ലോകത്തെ മാറ്റിമറിച്ചതും മനുഷ്യവംശത്തിന്റെ ജീവിത പരിസരം പുനരാഖ്യാനം ചെയ്തതുമായ എന്തെങ്കിലും പുതുമ സത്യത്തിൽ സംഭവിച്ചുവെന്ന് പറയണമെങ്കിൽ യേശു ഉദ്ധാനം ചെയ്തിരിക്കണം. അവൻ നമുക്ക് വിശ്വാസം അർപ്പിക്കാവുന്ന മാനദണ്ഡമാകുന്നത് അപ്പോൾ മാത്രമാണ്. യേശു വെറും ആയിരുന്നവൻ മാത്രമാണോ, അതോ ഇപ്പോഴും ആയിരിക്കുന്നവനാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം യേശുവിന്റെ ഉദ്ധാനത്തിലാണ് നാം കാണുന്നത്. മറ്റു വാക്കുകൾ പറഞ്ഞാൽ, ചരിത്രത്തിൽ ജീവിച്ച് മറഞ്ഞു പോയവനാണോ യേശു, അതോ അവൻ ചിരഞ്ജീവിയാണോ എന്ന് നിശ്ചയിക്കുന്നത് അവിടുത്തെ പുനരുദ്ധാനമാണ്. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണ് എന്ന സത്യവിശ്വാസമാണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവന്റെ പുനരുദ്ധാനമാണ്. അവൻ പുനരുദ്ധാനം ചെയ്തില്ലാതെ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടാകുമായിരുന്നില്ല. യേശുവിന്റെ പുനരുദ്ധാനത്തിന് പറ്റി പ്രഘോഷിച്ചവർ ആരാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോലന്മാരാണ്. ഈ അപ്പസ്തോലന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? യേശു ജീവിതകാലത്ത്, പ്രത്യേകിച്ച് അവസാന കാലങ്ങളിൽ തന്റെ പീഡാനുഭവം പ്രവചിക്കുന്നുണ്ട് 3 പ്രാവശ്യം. എല്ലാ സുവിശേഷകന്മാരും അത് പറയുന്നുണ്ട്. അത് 3 പ്രാവശ്യവും ഈശോ പറയുമ്പോൾ ഉത്ഥാനം, പീഡാനുഭവത്തെ പറ്റി പറയുന്ന അതേ ശ്വാസത്തിൽ പറയുന്നുണ്ട്, എന്നാൽ താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ ഒരു ശിഷ്യനും അത് കാര്യമായിട്ട് എടുത്തുമില്ല, വിശ്വസിച്ചുമില്ല. വിപരീതമായിട്ടാണ് വിശ്വസിച്ചത്. യേശു ഉയർക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പീഡാസഹന സമയത്ത് അവർ കർത്താവിന്റെ കൂടെ നിൽക്കുമായിരുന്നു. വാസ്തവത്തിൽ പീഡാനുഭവം ആരംഭിക്കുന്നതിന് മുമ്പ് താബോറിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് ഈ പീഡാനുഭവ സമയത്ത് ഈശോ വെറും മനുഷ്യനാണ് തെറ്റിദ്ധരിച്ച് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്റെ യഥാർത്ഥ ദൈവിക മഹത്വം പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ നേരിട്ട് കാണിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം തുടർന്ന് വരാൻ പോകുന്ന പീഡാനുഭവ സമയത്ത് ഇടർച്ച തോന്നി ഇറങ്ങിപ്പോകരുത്, ഓടിപ്പോകരുത്, അതിനു വേണ്ടി തന്നെയായിരുന്നു. ദൈവമാണെന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ഇതൊന്നും ഫലിച്ചില്ല. അവര് കർത്താവിന്റെ പീഡാസനത്തിൽ അവർ ഇടർച്ചയിലായി. അവരെല്ലാവരും പോയി. ഉയർക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യത്തിൽ യേശു ഉയർക്കുമെന്ന് യഹൂദ ഭരണാധികാരികൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തൊരിടത്തും കേട്ടിട്ടില്ല മരിച്ചുപോയ ഒരുത്തന്റെ കല്ലറയ്ക്ക് പട്ടാളം കാവൽ നിൽക്കുന്നത്. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശുവിന്റെ ശത്രുക്കൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ കാവൽ സേനയെ തന്നെ കർത്താവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്തിയിരുന്നത്. അതുപോലും ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യരിൽ ഒരാളാണല്ലോ മഗ്ദലേന മേരി. അവളും കർത്താവ് ഉയർക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സാപത്ത് ആരംഭിച്ചത് കൊണ്ട് കർത്താവിന്റെ മൃതശരീരം പൂർണ്ണമായി ലേപനം ചെയ്യാൻ സാധിക്കാത്ത ദുഃഖം മാറ്റാൻ വേണ്ടിയാണ് അവൾ വെളുപ്പിനെ എഴുന്നേറ്റ് കുറെ അധികം സുഗന്ധ വസ്തുക്കളുമായി കല്ലറയിലേക്ക് പോകുന്നത്. കർത്താവിന്റെ മൃതശരീരത്തെ അവൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. മൃതശരീരത്തിൽ ലേപനം ചെയ്തതിൽ കവിഞ്ഞപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, സ്വപ്നം കാണുന്നുമില്ല. അപ്പൊ ഈ അപ്പസ്തോലന്മാര് തന്നെയല്ല, അപ്പസ്തോലന്മാരോട്
പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പോലും അവര് വളരെയധികം സംശയത്തോടെയാണ് ഇതെല്ലാം കണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അപ്പസ്തോലന്മാരാണ് കർത്താവിന്റെ പുനരുദ്ധാനം ശക്തിയുക്തം ആവർത്തിച്ച് ആദിമ നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിരുന്നു എന്നുള്ളത് തന്നെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ സത്യാവസ്ഥയ്ക്ക് ശക്തമായ തെളിവാണ്. അവര് രണ്ടു കൂട്ടരോടാണല്ലോ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, യഹൂദരോടും ഗ്രീക്കുകാരോടും. യഹൂദരെ സംബന്ധിച്ച് മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ളത് അവർക്ക് ചെറിയ തോതിൽ ബോധ്യമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെസ്സിയാനിക യുഗത്തിൽ, അതായത് അവർ കാത്തിരുന്ന വരാനിരുന്ന രക്ഷകൻ മിശിഹ, ആ മിശിഹായ ഉയർത്തെഴുന്നേൽക്കുന്നവർക്കറിയാം. പക്ഷെ ഈ നസറായനായ യേശു ആ മിശിഹ അല്ലെന്ന് അവർക്ക് സ്ഥാപിക്കാൻ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നസറായനായ യേശു വരാനിരിക്കുന്ന മിശിഹായാണെന്നെങ്ങാനും അംഗീകരിക്കേണ്ടി വന്നാൽ, കാരണം അവര് പിന്നെ യേശുവിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവര് യഹൂദന്മാർ രാത്രിയും പകലും കാത്തിരുന്നത് വരാനിരുന്ന മിശിഹായെ ആയിരുന്നു. അതുകൊണ്ട് ആ മിശിഹായാണ് ഈ നിൽക്കുന്ന നസറായൻ ഈശോ എന്ന് അംഗീകരിക്കേണ്ടി വന്നു പോയാൽ പിന്നെ ഈശോ എതിർക്കാൻ പറ്റിയില്ല അവർക്ക്. അവർ ഈശോയുടെ മുമ്പിൽ കീഴടങ്ങിയേ പറ്റും. അതിനവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് യേശു ഉയർത്തു എന്ന കാര്യം അവർക്ക് ഒരിക്കലും അവർ ഉൾക്കൊള്ളുകയില്ല, അംഗീകരിക്കുകയില്ല, എതിർക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർദിനാൾ ഷോൺബോണിന്റെ ഗോഡ്സ് ആൻഡ് ഹിസ് സൺ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ദൈവദൂഷണ കുറ്റം ചുമത്തി അവർ കുരിശിൽ വധിച്ച യേശുക്രിസ്തു ശരീരത്തോടെ ഉയർത്തു എന്ന് വന്നാൽ യുഗാന്തത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് അവിടെ നിന്ന് അവർ സമ്മതിക്കേണ്ടി വരുമായിരുന്നു. അവർ നടത്തിയ അന്യായമായ വിചാരണ വേളയിൽ താൻ ക്രിസ്തുവാണെന്ന യേശുവിന്റെ അവകാശവാദം അതോടെ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാരുടെ അവർ പ്രസംഗിച്ചിരുന്ന ഒരു സമൂഹം യഹൂദരായിരുന്നു. അവർ ഒരു തരത്തിലും ഉദ്ധാനത്തെ അംഗീകരിക്കാത്തവരായിരുന്നു. അവരോട് തന്നെയാണ് അപ്പസ്തോലന്മാര് ഏറ്റവും ശക്തമായ ഭാഷയിൽ അത് പറഞ്ഞിരുന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഗ്രീക്കുകാരോട് ഒരു പ്രസംഗിച്ചിരുന്നു. പൗലോസിന്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ വിജാതിയുണ്ടായിരുന്നു. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ഉയർപ്പെന്ന് പറയുന്നത് അവർക്ക് അചിന്തനീയമായിരുന്നു. ഗോഡ്സ് ആൻഡ് ഹിസ് സൺ എന്ന പുസ്തകത്തിൽ കാർഡിനൽ ഷോൺബോൺ പറയുകയാണ്, ചെൽസൂസ് എന്ന ഗ്രീക്ക് തത്വജ്ഞാനി ശരീരത്തിന്റെ ഉയർപ്പിനെ പരിഹസിക്കാൻ ശരീരം ഉയർക്കുമെന്ന പ്രത്യാശ പുഴുക്കൾക്കാണ് ചേരുക എന്ന് പോലും പറഞ്ഞു വെച്ചതായിട്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യഹൂദരോ വിജാതിയരോ അപ്പസ്തോലന്മാരുടെ ആദ്യ ഓഡിയൻസ് ആയിരുന്ന ഇവരാരും പുനരുദ്ധാനത്തെ അംഗീകരിക്കുന്നവരോ വിശ്വസിക്കുന്നവരായിരുന്നില്ല. അവരോട് അപ്പസ്തോലന്മാർ ഈ വിഷയം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം പ്രഘോഷിച്ചു എന്നുള്ളത് അപ്പസ്തോലന്മാർക്ക് ഈ ഉദ്ധാനത്തിന്റെ സത്യാവസ്ഥയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിന്റെ ഈ ഭാഗത്ത് ഉദ്ധാനത്തെ പറ്റിയുള്ള ഒരു വിശദീകരണം നടത്താനായിട്ട് പരിശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് രണ്ട് പ്രധാന തെളിവുകളാണുള്ളത്. ഒന്ന് ശൂന്യമായ കല്ലറയാണ്. രണ്ടാമത്തേത് ഉദ്ധാനം ചെയ്ത ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷീകരണങ്ങളാണ്. അതിൽ ശൂന്യമായ കല്ലറയെ പറ്റി ശൂന്യമായ കല്ലറ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ തെളിവാണ് എന്നതിനെ പറ്റി നമുക്ക് ആദ്യം കാണാം. ബെനഡിക്ട് പാപ്പ തന്റെ നാസറത്തിലെ യേശു എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, മരിച്ച വ്യക്തിയുടെ കല്ലറ ശൂന്യമല്ലാത്തിടത്തോളം കാലം അയാൾ ഉയർത്തു എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. അക്കാലത്ത് എന്നിട്ട് ചില വലിയ എഴുത്തുകാരെ കോട്ട് ചെയ്ത് പറയാണ്, തോമസ് ഷ്യോഡിങ്, ഉൾറിഹ് വിൽക്കൻസ് എന്നീ പരിണത പ്രജ്ഞ ചൂണ്ടിക്കാട്ടുന്നത് അക്കാലത്ത് ജെറുസലേമിൽ ആരെങ്കിലും യേശുവിന്റെ മൃതശരീരം കല്ലറയിൽ കിടക്കുന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ അന്നത്തെ ജെറുസലേമിൽ യേശുവിന്റെ ഉദ്ധാനത്തെ കുറിച്ചുള്ള പ്രഘോഷണം തീർത്തും അസാധ്യമാകുമായിരുന്നു.
ഒരാളുടെ ഉത്ഥാനം സ്ഥാപിക്കാൻ അയാളുടെ കല്ലറ ഒഴിഞ്ഞു കിടക്കുക എന്നതാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. സംസ്കരിക്കപ്പെട്ടവന്റെ ശരീരം കല്ലറയിൽ കാണാതിരിക്കുന്നത് അയാൾ ഉയർത്തു എന്നതിന്റെ ആദ്യ സൂചനയാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നത് നിഷേധിക്കാനാവാതെ വന്നപ്പോൾ പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും കൂടി ആലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി അവന്റെ ശിഷ്യന്മാർ വന്നവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധികാരിയുടെ ചെവിയിൽ എത്തിയാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ നോക്കിക്കൊള്ളും. അപ്പൊ യേശുവിന്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം. അത് അതിനുവേണ്ടി അവര് പണം കൊടുത്തെന്നാണ് പറയുന്നത്. അത് ബൈബിൾ മത്തായി 28:15 നമ്മൾ വായിക്കുന്നത്. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. മത്തായി 28:15 അവിടെ പറയാണ് ഈ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിൽ. അതായത് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് 7:70 80 അപ്പൊ ക്രിസ്തു മരിച്ചത് 7:30-33 19 കൊല്ലമായിട്ടും ഈ കഥ അവിടെ പ്രചരിച്ചിരിക്കുക. എന്താണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ശൂന്യമായ കല്ലറ പിന്നീട് ക്രൈസ്തവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കെട്ടുകഥയല്ലെന്ന് വ്യക്തമാക്കുകയാണ് ആ സുവിശേഷ ഭാഗം. മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ ആദ്യകാല യഹൂദ പ്രചാരണങ്ങളിലൊന്നും ശൂന്യമായ കല്ലറയ്ക്കെതിരായ പരാമർശങ്ങൾ കാണുന്നില്ല. ഈ ശൂന്യമായ കല്ലറയെ പറ്റി പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന ചില വിശദാംശങ്ങളുണ്ട്. യോഹന്നാൻ 20 വായിക്കുന്ന 6-7 വാക്യങ്ങളിൽ കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയ തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുട്ടി വെച്ചിരിക്കുന്നു അവൻ കണ്ടു. യോഹന്നാൻ പറയാണ്. അപ്പം ക്രിസ്തുവിന്റെ ശരീരം ശിഷ്യന്മാര് എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന ആരോപണം യുക്തിഭദ്രമല്ലെന്ന് ഈ പ്രസ്താവന വ്യക്തമാക്കണം. കാരണം മോഷ്ടിക്കാൻ വരുന്നവര് ഇതിന് സമയം കളയോ? അവരെ ആരും കാണാതിരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുകയല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയാണ് ഈ തലയിലിരിക്കുന്ന തുവാല പ്രത്യേകിച്ച് മാറ്റിവെക്കുക? അതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല ആ പ്രസ്താവന. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ശൂന്യമായ കല്ലറ അത് കർത്താവിന്റെ ഉയർപ്പിന്റെ തന്നെ തെളിവായിട്ട് അത് അനിഷേധ്യമായ തെളിവായിട്ട് നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് രണ്ടാമത്തെ തെളിവായിട്ട് സഭ എന്ന് എടുത്തു കാണിക്കുന്നത് ഉദ്ധിതനായ യേശുവിന്റെ പ്രത്യക്ഷപ്പെടലുകളാണ്. ഇപ്പൊ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നൊന്ന് മാത്രം കൊണ്ട് കർത്താവ് ഉയർത്തുവെന്ന് വരുന്നില്ല. അതുകൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തെ പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്തോസ് 15:5 പൗലോസ് പറയാണ്, അവൻ യേശു കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം 500-ലധികം സഹോദരങ്ങൾക്ക് ഒരേ സമയം പ്രത്യക്ഷനായി. ഇപ്പൊ 1-2 പേരാണെങ്കിൽ അവർക്ക് തോന്നിയതാണെന്നോ എല്ലാം പറയാൻ പറ്റും. പക്ഷേ 12 പേർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പസ്തോലന്മാർക്ക് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലില്ല. അപ്പസ്തോല സംഘം മുഴുവനും അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 500-ലധികം മറ്റു സഹോദരങ്ങൾക്ക് ഒരേ സമയത്ത് കർത്താവ് പ്രതിഷ്ഠപ്പെട്ടു. അപ്പോൾ ഈ ശൂന്യമായ കല്ലറയും ഉദ്ധാന ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷീകരണവും രണ്ടും കൂടെ ചേരുമ്പോഴാണ് കർത്താവ് ഉയർത്തുവെന്ന് നമുക്ക് വ്യക്തമായി വാദിക്കാൻ പറ്റുകയുള്ളൂ. യേശുവിനെ അടക്കിയിരുന്ന കല്ലറയിൽ അവിടുത്തെ ശരീരം കണ്ടില്ല എന്നത് മാത്രം കൊണ്ട് അതിൽ പൂർണ്ണമായി തെളിവാകുകയില്ല. വാസ്തവത്തിൽ അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് അവിടുത്തെ ശരീരം കല്ലറയിൽ കാണുന്നില്ല എന്നതിന് അർത്ഥം നൽകുന്നത്. അതുപോലെ തന്നെ യേശുവിന്റെ ശൂന്യമായ കല്ലറയെ പറ്റിയുള്ള ആദിമ സഭയുടെ വിശ്വാസ പ്രഖ്യാപനം ഇല്ലായിരുന്നെങ്കിൽ മരിച്ചുയർത്ത യേശുവിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടുത്തെ പുനരുദ്ധാനം പ്രഘോഷിക്കാനും സഭയ്ക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആണ്. കർത്താവിന്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നു എന്ന് പറയുന്നത് ആ യാഥാർത്ഥ്യം പൂർണ്ണമാകുന്നത് ഈശോ പ്രത്യക്ഷപ്പെട്ടു ഉയർത്തതിന് ശേഷം അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന സത്യം കൂടെ ചേർക്കുമ്പോഴാണ്. അതുപോലെ കർത്താവ് അനേകർക്ക് ഉദ്ധാന ശേഷം പ്രത്യക്ഷപ്പെട്ടു എന്ന ആ പ്രസ്താവനയ്ക്ക് ബലം കിട്ടുകയാണ്. കർത്താവിന്റെ കല്ലറ ശൂന്യമായി കിടക്കുകയാണ്. നേരെ മറിച്ച് കർത്താവിന്റെ കല്ലറയിൽ കർത്താവിന്റെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ
ഈ പ്രത്യക്ഷീകരണം മാത്രം കൊണ്ടും സഭയ്ക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ കർത്താവിന്റെ ശൂന്യമായ കല്ലറയും അതോടൊപ്പം തന്നെ കർത്താവ് ഉയർത്ത ശേഷം ആൾ രൂപത്തിൽ ശരീരത്തോടു കൂടെ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്ന കാര്യവുമാണ് സഭ എന്നും കാർത്തവത്താനത്തിന് തെളിവായി എടുത്ത് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചിലരിങ്ങനെ ഒരു കാലത്ത് ആക്ഷേപിച്ചിട്ടുണ്ട്, കർത്താവ് ഉയർത്ത് എന്ന് പറയുന്ന ശിഷ്യന്മാർക്ക് ഉണ്ടായ ഒരു ഒരു എന്നാ പറയുന്ന ഒരു ദർശനം. നമ്മള് ആധ്യാത്മിക ജീവിതം ബെസ്മാറ്റിക് അനുഭവത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാമല്ലോ, ദർശനം കണ്ടു എന്ന് പറയും. ഈശോയെ ദർശനം കണ്ടു. അപ്പൊ അങ്ങനെ വല്ല ദർശനവുമാണോ എന്ന് പോലും ചിലര് സംശയം ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം അത് അങ്ങനെയല്ല. കാരണം കർത്താവ് അവരായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ലൂക്കാസ് വിശേഷം അത് വിവരിക്കുന്നത്, ഇവര് ഭൂതത്തെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് കർത്താവിനെ നേരിട്ട് ശരീരത്തിൽ കണ്ടിട്ടും അവർക്ക് സംശയം വന്നപ്പോൾ കർത്താവ് തന്നെ അവരുടെ അടുത്ത് നിന്ന് ഭർത്ത മീൻ വാങ്ങിച്ച് അവിടെ മുമ്പിൽ വെച്ച് കഴിച്ച് ഭക്ഷിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 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 ഭാവനയല്ല, ഒരു ആധ്യാത്മിക അനുഭവം മാത്രമല്ല, മറിച്ച് കർത്താവിനെ ശരീരത്തോടെ തന്നെ ഉയർപ്പിക്കപ്പെട്ടതായിട്ട് അവർക്ക് കർത്താവ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ പ്രത്യക്ഷീകരണം തന്റെ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന യഥാർത്ഥ ശരീരത്തിൽ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഉയർത്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ പുതിയ തിരുനാളിന്റെ സുവിശേഷ വായനകൾ വായിച്ച് കണ്ടതാണല്ലോ. തോമാശ്രീയാക്കി കർത്താവ് പ്രതിഷ്ഠപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് കർത്താവിന്റെ ശരീരത്തിലെ ക്ഷതങ്ങൾ പരിശോധിക്കാൻ പറയുകയാണ്. അതുപോലെ വിലാപ്പുറത്ത് കൈവയ്ക്കാനും പറയുന്നുണ്ട്. അപ്പം അത് കർത്താവ് മരിച്ച ശരീരം, ഏത് ശരീരത്തിലാണ് ഈശോ ജീവിച്ചത് മരിച്ചത്, അതേ ശരീരത്തിൽ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ ശേഷവും ജീവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിനാണ് അങ്ങനെ ആ മുറിവുകൾ പരിശോധിക്കാനും വിലാപ്പുറത്ത് കൈവയ്ക്കാനും അപ്പുറത്തെ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഈ ഉയർത്ത ശരീരത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഈശോ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യശരീരം മനുഷ്യപ്രകൃതി സ്വീകരിച്ച ആ ശരീരത്തിലാണ് ഈശോ ജീവിച്ചത്, പീഡയേറ്റതും കുരിശിൽ മരിച്ചത്. അതേ ശരീരത്തിൽ തന്നെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ഭാവനയല്ലായിരുന്നു, അതൊരു ചിന്തയല്ലായിരുന്നു, ഒരു വെറും ആത്മീയ അനുഭൂതിയല്ലായിരുന്നു, അതൊരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ കർത്താവ് അങ്ങനെ ശരീരം കാണിച്ചു കൊടുക്കുന്നത്. അതേസമയം ആ ശരീരത്തിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, അത് സാധാരണ ശരീരമല്ല, അത് മഹത്വപൂർണമായ ശരീരമാണ്. പക്ഷെ അത് റിയൽ ബോഡിയാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. മഹത്വപൂർണമായ ശരീരം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ ശരീരമല്ല എന്ന് പറയരുത്. യഥാർത്ഥ ശരീരമാണ്, പക്ഷേ മഹത്വപൂർണമാണ്. അതുകൊണ്ടാണ് കടൽത്തീരത്ത് കർത്താവ് നിൽക്കുമ്പോൾ 7 ശിഷ്യന്മാരുണ്ട്, അവർക്ക് ആർക്കും കർത്താവിനെ മനസ്സിലാകുന്നില്ല. പക്ഷെ യോഹന്നാന് മാത്രം മനസ്സിലായി അത് കർത്താവാണെന്ന് പറയുന്നു. അതുപോലെ എമ്മാവുസിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകൾ കർത്താവിനെ ശരീരത്തിലാണ് അവർ കാണുന്നത്, ശരീരത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോ അതൊരു ഭാവന കാണുന്നതല്ല, ഫിസിക്കൽ ബോഡിയിലാണ് കർത്താവ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, നടന്നു പോകുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുമായിട്ട് കർത്താവ് അവസാനം കുർബാന അർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് എങ്ങോട്ടാ പോയെന്നവർ കാണുന്നില്ല, ആളെ കാണുന്നില്ല. പിന്നീട് ശിഷ്യന്മാര് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ മുറിയടച്ചാണ് ഇരിക്കുന്നത്, അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ മുറി തുറക്കാതെ അകത്ത് പ്രവേശിക്കുന്നു. ഇതെല്ലാം കാണിച്ചു തരുന്നത് കർത്താവിന്റെ ഉദ്ധിത ശരീരം യഥാർത്ഥ ശരീരത്തിലാണ് ഈശോ ഉയർത്തിരിക്കുന്നതും അവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെങ്കിലും ആ ശരീരം
മഹത്വപൂർണ്ണ ഗ്ലോറിഫൈഡ് ബോഡിയാണ് എന്ന് പറയുമ്പോൾ അപകടത്തിലേക്ക് പോകരുത്. അത് യഥാർത്ഥ ശരീരം അല്ലെന്ന് ധരിച്ചേക്കരുത്. യഥാർത്ഥ ശരീരം തന്നെയാണ്. പക്ഷെ അത് മറ്റൊരു തലത്തിലാണ് ആ ശരീരത്തിന്റെ അവസ്ഥ. അതേപ്പറ്റി കത്തോലിക്ക സഭയുടെ മതബോധത്തിൽ 644 ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്: ഉദ്ധിതനായ യേശു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ പോലും ശിഷ്യന്മാർ സംശയഗ്രസ്തരായി നിന്നു. അത് അത്രമേൽ അസംഭവ്യമായി അവർക്ക് തോന്നി. അതുകൊണ്ട് പുനരുദ്ധാനം എന്നത് അപ്പസ്തോലന്മാരുടെ വിശ്വാസം സൃഷ്ടിച്ച ഒന്നാണ് എന്ന സങ്കല്പത്തിന് നിലനിൽപ്പില്ല. നേരെ മറിച്ച് പുനരുദ്ധാനത്തിലുള്ള അവരുടെ വിശ്വാസം ദൈവിക കൃപയുടെ പ്രവർത്തനത്താൽ ഉദ്ധിതനായ യേശു എന്ന യാഥാർത്ഥ്യം നേരിട്ട് അനുഭവിച്ചതിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. ഇനി നമ്മൾ മതബോധനത്തെ 639 മതബോധനം 639 ക്രിസ്തുവിന്റെ പുനരുദ്ധാന രഹസ്യം ഒരു യഥാർത്ഥ സംഭവമാണ്. അതിന്റെ ആവിഷ്കരണങ്ങൾ പുതിയ നിയമം സാക്ഷ്യം വഹിക്കുന്നത് പോലെ ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഒരു ചരിത്ര സത്യമാണ്. അവന് ചരിത്ര പുരുഷനാണ്. അവന്റെ ജീവിതം പ്രവൃത്തികളും അവന്റെ പീഡാസഹനവും മരണവും ചരിത്രപരമാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഉത്ഥാനവും ഒരു ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ള വസ്തുതയാണെന്ന് സഭ ഏറ്റുപറയാണ്. അതേസമയം തന്നെ ഈ പുനരുദ്ധാനത്തിന് ചരിത്രപരമാണ്, യഥാർത്ഥ ശരീരത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോഴും അതിനൊരു നിഗൂഢാത്മകമായ ഒരു മാനമുണ്ട്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു ഡൈമെൻഷൻ ഉണ്ട്. അത് മതബോധ ഗ്രന്ഥം 656 പ്രത്യേകം പറയുന്നുണ്ട്. ഇതിങ്ങനെയാണ്: ഉദ്ധിതനായവനെ യഥാർത്ഥത്തിൽ നേരിൽ കണ്ട ശിഷ്യന്മാർ ചരിത്രപരമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തിന്റെ വിഷയം. അതേസമയം ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ദൈവത്തിന്റെ മഹത്വത്തിലേക്കുണ്ടായ പ്രവേശനം എന്ന നിലയിൽ ഈ സംഭവം നിഗൂഢാത്മകമായ വിധത്തിൽ സർവാതിശായിയാണ്. അപ്പോൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ലാത്ത ഒരു മാനം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഉദ്ധിതരായവനെ യഥാർത്ഥത്തിൽ നേരിൽ കണ്ട ശിഷ്യന്മാർ ചരിത്രപരമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തിന്റെ വിഷയം. അതേസമയം ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ദൈവത്തിന്റെ മഹത്വത്തിലേക്കുണ്ടായ പ്രവേശനം എന്ന നിലയിൽ ഈ സംഭവം നിഗൂഢാത്മകമായ വിധത്തിൽ സർവാതിശായിയാണ്. അപ്പം പുനരുത്ഥാനത്തെ സഭയുടെ വ്യാഖ്യാനിക്കുന്നത് ക്രിസ്തുവിന്റെ മനുഷ്യത്വം, അവിടുന്ന് മനുഷ്യനായി അവതരിച്ചപ്പോൾ സ്വീകരിച്ച മനുഷ്യത്വം ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അതാണ് ഉയർപ്പ്. ക്രിസ്തുവിന്റെ മനുഷ്യത്വം ദൈവത്തിന്റെ മഹത്വത്തിലേക്കൊരു പ്രവേശനം സംഭവിച്ചു. അതാണ് പുനരുത്ഥാനം. അതുകൊണ്ട് തന്നെ അത് ഒരു സർവാതിശായിയായ ഒരു സംഭവമായിട്ട് പറയുകയാണ്. അപ്പൊ ചരിത്ര സംഭവമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സഭ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. മതബോധനത 647 യേശുവിന്റെ ഉത്ഥാന ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകളുടെ വിവരണത്താൽ സമൃദ്ധമാണ് പുതിയ നിയമലിഖിതങ്ങൾ. അപ്പൊ ശിഷ്യന്മാര് 4 സുവിശേഷന്മാരും പറയുന്നുണ്ട്, പൗലോസും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശുവിന്റെ ഉത്ഥാന ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകളുടെ വിവരണത്താൽ സമൃദ്ധമാണ് പുതിയ നിയമലിഖിതങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. എന്നാൽ ഒരുവനും ഉത്ഥാന സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നില്ല. ഒരു സുവിശേഷകനും അത് വിവരിക്കുന്നുമില്ല.
ശാരീരികമായി അത് എങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 656 പറഞ്ഞല്ലോ, അതായത് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ദൈവത്തിന്റെ മഹത്വത്തിലേക്കുണ്ടായ പ്രവേശനം എന്ന നിലയിൽ ക്രിസ്തുവിന്റെ ഉദ്ധാനം ചരിത്ര സംഭവമാണ്, അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ക്രിസ്തുവിന്റെ മനുഷ്യത്വം ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച ആ ഒരു സംഭവം ആയതുകൊണ്ട് അത് നിഗൂഢാത്മകമായ രീതിയിലാണ്. അതുകൊണ്ടാണ് അത് എങ്ങനെയാണ് കർത്താവ് ഉയർത്തത്, മരിച്ചപ്പോൾ എങ്ങനെയാണ് മരിച്ചതെന്ന് വിവരിച്ചിട്ടുണ്ട്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു, ഇതൊക്കെ വിശദമായി പറയുന്നുണ്ട്. പക്ഷെ ഉയർപ്പിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിവരണമില്ല. എങ്ങനെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഉയർത്തുന്ന മാലാഖ പറയണേ ഉള്ളൂ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന മാലാഖ അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. അവന്റെ ഉത്ഥാനം നേരിൽ ആരും കണ്ടിട്ടില്ല എന്നും സഭ വിനയപൂർവ്വം സമ്മതിക്കുകയാണ്. പക്ഷെ അതിന് എന്തുകൊണ്ട് ഈ ഉയർപ്പ് ഇങ്ങനെ നേരിൽ കണ്ടിട്ടില്ലല്ലോ, ആരും യേശു ഉയർക്കുന്നത് നേരിൽ ആരും കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സഭ ഇത്ര ശക്തമായ ബോധ്യത്തോടെ ഈ സത്യം പ്രഖ്യാപിക്കുന്നത് എന്നതിന് ബെനഡിക്ട് പാപ്പ മനോഹരമായ ഒരു വിശദീകരണം തരുന്നുണ്ട്. എന്തുകൊണ്ട് സുവിശേഷകന്മാർക്ക് ഇത് വിവരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മനുഷ്യര് ആരും ഇത് കണ്ടില്ലല്ലോ, ശുശ്രൂഷന്മാർക്ക് കർത്താവിന്റെ മറ്റ് ജീവിത രഹസ്യങ്ങൾ, മനുഷ്യാവതാരമോ അല്ലെങ്കിൽ ജീവിതമോ സഹനമോ മരണമൊക്കെ വിവരിക്കുന്നതിൽ എന്തുകൊണ്ട് ഇത് വിവരിക്കാൻ സാധിക്കുന്നില്ല? അതിന് ബെനഡിക്ട് പാപ്പയാണ് മനോഹരമായ ഒരു വിശദീകരണം തരുന്നത്. ഇങ്ങനെയാണ്: സുവിശേഷകന്മാർ ഉദ്ധാനാനന്തര പ്രത്യക്ഷപ്പെട്ടതിൽ വിവരിക്കുന്നുണ്ട്, എന്നാൽ ഒരു സുവിശേഷകനും യേശുവിന്റെ ഉയർപ്പ് വർണ്ണിച്ചിട്ടില്ല. കാരണം മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവപിതാവും യേശുവും തമ്മിലുള്ള ദൈവിക രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണത്. ദൈവപിതാവും യേശുവും തമ്മിലുള്ള ദൈവിക രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണത്. ദിവ്യ രഹസ്യത്തിന്റെ ഉള്ളറയിൽ നടന്ന സംഭവമാണ് ഉത്ഥാനം. ഈ രഹസ്യം എന്ന വാക്ക് നമുക്കറിയാമല്ലോ, എപ്പോഴും രഹസ്യം എന്ന വാക്ക് ഇംഗ്ലീഷിൽ മിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രഹസ്യം എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും, സ്വാഭാവിക അർത്ഥം, മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനോ മനുഷ്യന് വർണ്ണിക്കാനോ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു സത്യം. സത്യമല്ലാത്തത് കൊണ്ടല്ല, സത്യത്തിന്റെ പൂർണ്ണത തന്നെയാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതിന് അപ്പുറത്താണ്. അത് സത്യമല്ലാത്തത് കൊണ്ടല്ല, സത്യത്തിന്റെ ആധിക്യം കൊണ്ടാണ്, സത്യത്തിന്റെ പൂർണ്ണത കൊണ്ടാണ്. ബെനഡിക്ട് പാപ്പ തന്നെ പറയുന്ന ഒരു വേറൊരു വിശദീകരണമുണ്ട്. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ നമ്മളുടെ ഗ്ലാസ് ഒന്നുമില്ല, സൂര്യനെ നോക്കുകയാണെങ്കിൽ, നട്ടുച്ചയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണിരുട്ടായി പോകും. അതെന്തുകൊണ്ടാ? സൂര്യനിൽ പ്രകാശമില്ലാഞ്ഞിട്ടാണോ? അല്ല, സൂര്യന്റെ പ്രകാശം അധികമാണ്. നമ്മുടെ സ്വാഭാവിക നേത്രങ്ങൾ താങ്ങാൻ പറ്റുന്നതിന് അധികമായതുകൊണ്ടാണ് നമുക്ക് കണ്ണ് കാണാൻ പറ്റാതായി പോകുന്നത്. സൂര്യൻ ഇരുണ്ടിരിക്കുന്നതുകൊണ്ടല്ല, സൂര്യന്റെ പ്രകാശത്തിന്റെ ആധിക്യം കൊണ്ടാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. അപ്പം ഒരു ഗ്ലാസ് വെച്ചാൽ കാണാൻ പറ്റും. ബെനഡിക്ട് പാപ്പ സാധാരണ പറയുന്ന ഒരു വിശദീകരണമാണത്. ദൈവിക രഹസ്യം ദൈവിക കാര്യങ്ങളെ പറ്റി മൊത്തത്തിൽ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. ദൈവത്തെ പറ്റി ദൈവിക കാര്യങ്ങളെ പറ്റിയും നമ്മുടെ ഈ സ്വാഭാവിക ബുദ്ധി കൊണ്ട് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. നമ്മുടെ പൊട്ട ബുദ്ധി പറയും, ഇതൊന്നും വലിയ കാര്യമില്ല, വെറുതെ ആണെന്ന് പറയും. സൂര്യനെ നട്ടുച്ച് സൂര്യനെ നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെ ആയി പോകുന്നത്. അപ്പൊ ഒരു വിശ്വാസത്തിന്റെ കണ്ണട വെക്കണം. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പറയാം, ദൈവപിതാവും യേശുവും തമ്മിലുള്ള ദൈവിക രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഉയർപ്പ്. ദിവ്യരഹസ്യത്തിന്റെ ഉള്ളറയിൽ നടന്ന സംഭവമാണ് ഉത്ഥാനം. അതിനാൽ തന്നെ അത് നിർവചനാതീതമാണ്. അതിന്റെ സ്വഭാവത്താൽ തന്നെ അത് മാനുഷിക അനുഭവത്തിന്റെ പരിധിക്ക് പുറത്ത് സ്ഥിതി ചെയ്യും. ഇതേപ്പറ്റി മതബോധ ഗ്രന്ഥം വളരെ സ്പഷ്ടമായിട്ട് ഔദ്യോഗികമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. 647 ഖണ്ഡികയിലാണ്. അതിങ്ങനെയാണ്: യേശുവിന്റെ ഉത്ഥാനം ഒരു ചരിത്ര സംഭവം തന്നെ, എന്നാലും ചരിത്രത്തെ അതിശയിക്കുകയും
അതിന് അതീതമായിരിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം എന്ന നിലയിൽ അത് വിശ്വാസ രഹസ്യത്തിന്റെ ഹൃദയ അന്തർഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ലോകത്തിന് വെളിപ്പെടുത്താതെ ശിഷ്യന്മാർക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പം ഈ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക എന്നൊരു സംഗതിയുണ്ട്. വിശ്വാസം കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് വേറൊരു സംഗതിയാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ദൈവിക രഹസ്യങ്ങളൊന്നും മനസ്സിലാകുകയില്ല ബുദ്ധി കൊണ്ട്. കാരണം ദൈവം മനുഷ്യന്റെ ബുദ്ധിക്ക് മുകളിൽ നിൽക്കുകയാണ്. അതിനൊക്കെ അതീതമായ സത്യമാണ്. അപ്പൊ അവിടെയാണ് വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പം വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ടല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അത് ഗ്രഹിക്കാനുള്ള ത്രാണി, നല്ല കഴിവ്, ഫൈനൈറ്റ് ബീയിങ്സ് എന്ന നിലയ്ക്ക് നമ്മൾ ഫൈനൈറ്റ് ബീയിങ്സ് ആണ്, ദൈവം ഇൻഫിനിറ്റ് ആണ്. അപ്പം നമുക്ക് ഒരു ദൈവത്തെ, ദൈവരഹസ്യത്തെയും നമ്മുടെ സ്വാഭാവിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെയാണ് വെളിപാടിന്റെ ആവശ്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വെളിപാട് എന്തുകൊണ്ട് വേണ്ടി? എന്താണ് വെളിപാട് എന്ന് പറയുന്നത്? ദൈവത്തെ പറ്റി ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് വെളിപാട് എന്ന് പറയുന്നത്, റെവലേഷൻ. അപ്പം അത് എങ്ങനെയാ വെളിപ്പെടുത്തുന്നത്? സഭയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ സഭയ്ക്ക് നല്ല തിട്ടമില്ലാതെ, നല്ല ഉറപ്പില്ലാതെ ഒരു കാര്യവും സഭ വാദിക്കുകയില്ല വിശ്വാസ രഹസ്യങ്ങളെ പറ്റി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തെ നമ്മൾ ഏറ്റു പറയുന്നില്ല. ഇതെല്ലാം വിശ്വസിക്കുകയാണ്. എന്നതാണ്? ദൈവം സർവശക്തനാണ്, നമ്മുടെ പിതാവാണ്, ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയ ദൈവമാണ്, അവിടുത്തെ ഏകപുത്രനാണ് യേശു ക്രിസ്തു, അവൻ മനുഷ്യനായിട്ട് അവതരിച്ചു. നമ്മളാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല, നമുക്ക് മനസ്സിലാക്കാനും പറ്റിയല്ലോ. മനുഷ്യവതാര രഹസ്യം എങ്ങനെ മനസ്സിലാക്കുന്നത്? കന്യകാമറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉദരത്തിൽ ദൈവപുത്രൻ എങ്ങനെ വന്ന് വസിക്കും? അത് മനസ്സിലാക്കാൻ പറ്റിയല്ല. അപ്പം യേശുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും രഹസ്യമാണ്, മിസ്റ്ററിയാണ്. അതാണ് ഈ രഹസ്യം എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ അത് ഓർത്തോളണം. ഇവിടെ പറയുന്നത് വീണ്ടും ഞാൻ വായിക്കുകയാണ്. യേശുവിന്റെ ഉദ്ധാനം ഒരു ചരിത്ര സംഭവം തന്നെ, എന്നാലും ചരിത്രത്തെ അതിശയിക്കുകയും അതിന് അതീതമായിരിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം എന്ന നിലയിൽ അത് വിശ്വാസ രഹസ്യത്തിന്റെ ഹൃദയ അന്തർഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ലോകത്തിന് വെളിപ്പെടുത്താതെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തിലൂടെ അത് നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടുവോളം തെളിവുകളും വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പ്രഘോഷണങ്ങളിലും നമ്മൾ കണ്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ പറയുന്ന സമൂഹം, വിജാതീയരുണ്ട്, യഹൂദരുണ്ട്, ഇവരാരും എതിർക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. പത്രോസ് പെന്തക്കോസ്ത ദിവസം നടത്തിയ പ്രസംഗത്തിൽ അന്ന് ലക്ഷോപലക്ഷം യഹൂദന്മാരുണ്ട് അവിടെ. കാരണം അവര് ജെറുസലേം ദേവാലയത്തിൽ സാധാരണ വർഷന്തോറുമുള്ള യഹൂദരുടെ ഫീസ്റ്റാണ് പെന്തക്കോസ്ത. അതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നതാണ്. പക്ഷെ കുറച്ചിങ്ങോട്ട് മാറി മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ കുറെ ശിഷ്യന്മാരിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രകാശനങ്ങൾ ഉണ്ടാകുന്നു. ഭാഷാപരത്തിൽ ഞങ്ങൾ ഉയരുന്നു. അവര് അന്യഭാഷ സംസാരിക്കുന്നു. അപ്പൊ ഇത് കേട്ട് വരുന്ന ജനത്തിന് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ പറ്റി വിശ്വസിക്കാൻ യാതൊരു മുന്നൊരുക്കവുമില്ലാത്ത ഹൃദയകാഠിന്യമുള്ള യഹൂദർ തന്നെയാണ്. പക്ഷെ അവരോട് പത്രോസ്, നമ്മൾ നേരത്തെ വായിച്ചല്ലേ, പത്രോസിന്റെ ആദ്യത്തെ പുസ്തകം തന്നെ എന്താ? പത്രോസിന്റെ ആദ്യത്തെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതാണ്, കൂടെ അത് നോക്കാം. ഞാൻ പത്രോസിന്റെ ഓഡിയൻസിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ വലിയ പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നസ്രായനായ യേശുവിനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. ഇവനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളാൽ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. ദൈവത്തിന്റെ വലത്തെ ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിച്ച അവൻ ഈ ആത്മാവിനെ ഭക്ഷിച്ചിരിക്കുന്നു. അപ്പം പെന്തക്കോസ്ത എന്ന് പറയുന്ന അസാധാരണ സംഭവം പത്രോസ് വ്യാഖ്യാനിക്കുന്നത് യേശുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെടുത്തിയാണ്.
നിങ്ങൾ കുരിശിൽ തറച്ചവനെ കൊന്നില്ലാതാക്കി, പക്ഷെ ദൈവം അവനെ ഉയർപ്പിച്ചു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ച് ഇപ്പോൾ ഇവിടെ ഭക്ഷിച്ചിരിക്കുന്നു പറയാം. അപ്പം ഈ പറയുന്നവരാരും പത്രോസിനെ എതിർക്കുന്നില്ലെന്ന് നമ്മൾ ആശ്ചര്യപ്പെടുത്തും. മിക്കവാറും ആ കൂട്ടത്തിൽ കർത്താവിനെ കുരിശിൽ തറച്ച് കൊന്നവരും കണ്ടേക്കാം. അവരൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്? ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവര് സ്നാനം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം അത് അത് ചരിത്ര സംഭവം തന്നെയാണ്, അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവർ അംഗീകരിച്ചു, അത് സ്വീകരിച്ചു എന്ന് കാണിക്കുന്നതാണ് ഉടനടിയുള്ള അവരുടെ ജ്ഞാനസ്നാന സ്വീകരണം. അതുപോലെ ഈ വിജാതീയര്, പൗലോസിന്റെ സുവിശേഷ പ്രസംഗം കേട്ട വിജാതീയര് പറ്റമായിട്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരികയാണ്. അവർക്കെല്ലാം പൗലോസ് കൊടുത്ത ഉറപ്പ്, അവൻ മരിച്ചുപോയവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇതാണ് അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പ്. അപ്പൊ യേശുവിന്റെ പുനരുദ്ധാനം നമ്മളും കുർബാനയിലെ പ്രാർത്ഥന ഞാൻ ആദ്യം ചൊല്ലിയല്ലോ. സിർമൽ പറയത്തെ കുർബാനയില് 50 ദിവസവും കുർബാനയുടെ സമാപനാശീർവാദത്തിൽ കാർമികൻ ആശംസിക്കുകയാണ്, വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും ഉദ്ധാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കാനും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റു, ജീസസ് ഈസ് റിസൺ, സത്യമായി ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ആദിമസഭയുടെ പ്രധാന പ്രഘോഷണ വിഷയം. അപ്പം അതിന്റെ ബാക്കി ഭാഗം നമ്മൾ കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് തോമാസ് ലീഹായ്ക്ക് ഉയർത്ത അങ്ങയെ നേരിട്ട് കാണാനായിട്ടും അങ്ങയുടെ വിലാപ്പുറത്ത് കൈവയ്ക്കാനായിട്ടും അങ്ങനെ തിരുമുറിവുകൾ കണ്ട് അനുഭവിക്കാനും സാധിച്ചല്ലോ. അത് തോമാസ് ലീഹയുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നൽകി. അങ്ങനെയാണല്ലോ പുതുഞായർ എന്ന പേര് തന്നെ അർത്ഥവത്താകുന്നത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഒരു പുതുക്കം, ഒരു പുതുഞായർ ഞങ്ങളും കർത്താവായ യേശുവിനെ അറിയുന്തോറും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം, ഒരു നവീകരണം, ആഴത്തിലുള്ളൊരു മാറ്റം വരുത്തി തരണമേ. ഞങ്ങളെയും സ്വതന്ത്രരാക്കണമേ. ഈശോ പാപത്തെയും മരണത്തെയും പൂർണ്ണമായി അതിജീവിച്ചതുപോലെ ഞങ്ങൾക്കും പാപത്തോടും ലോകാരൂപിയോടും തിന്മകളോടും ഒരു പൂർണ്ണ വിടുതൽ കിട്ടാൻ, അതിന്റെ മേലൊക്കെ ഒരു നിത്യവിജയം നേടാൻ കർത്താവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.